ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് പനീറാണ്. പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് എടുത്തുള്ളത്. അത് നന്നായിട്ട് തിളച്ച് വരണം. ആ സമയത്ത് നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്ത് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കാം. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഒരു ഡവറ എടുത്തിട്ട് അതിലൊരു കോട്ടൺ തുണി നന്നായിട്ട് വിരിച്ച് വെക്കാം. പിന്നെ വേറൊരു പ്ലേറ്റിൽ നമ്മൾ വേറെ ചെറിയൊരു പ്ലേറ്റും കൂടെ കമഴ്ത്തി വെക്കാം. നമ്മൾ സ്ക്വയറായിട്ട് ഉള്ള ഒരു പനീറാണ് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡ് ചെയ്താൽ മതി. അതല്ല റൗണ്ട് ആണെങ്കിൽ നോർമൽ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്താൽ മതി. ആ സമയത്ത് ഇതാ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് കുറുക്കാൻ വെക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒറ്റ അടിക്ക് ഫുൾ ചെറുനാരങ്ങ നീര് നമ്മൾ ഒഴിച്ചെടുക്കാൻ പാടില്ല. അത് അങ്ങനെ കട്ടിയായിട്ടുള്ള ഒരു ചീസിൻ്റെ രൂപത്തിലായിരിക്കും വരിക. അപ്പം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മളെ പനീർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഒരു കട്ടായിട്ട് പനീറിൻ്റെതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതാ കുറേശ്ശെയായിട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലാണ് നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നമുക്ക് പനീർ കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, നല്ല തരതരയായിട്ട് പൊന്തിയായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് അതിൻ്റെ പാലിൻ്റെ വെള്ളമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പനീർ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോട്ടൺ തുണിയിലേക്ക് ഇത് നന്നായിട്ട് ഒഴിച്ച് അരിച്ച് എടുക്കണം. അതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചെടുക്കാൻ. എന്നിട്ട് അതിൽ വെള്ളം വാർത്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ല, ഇങ്ങനെ ഇതുപോലെ കുടൽ തട്ടിയിട്ട് എടുത്ത വെള്ളമൊക്കെ വാർത്തെടുത്ത് വെക്കണം. അടിയിലുള്ള വെള്ളം ഒഴിവാക്കാം. പിന്നെ അടുത്ത് ഒന്നും കൂടെ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള ഒരു പുളി രസമുണ്ട്, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. 2 പ്രാവശ്യം മാറ്റി വെക്കണം. എന്നിട്ട് ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു അതേ കോട്ടൺ തന്നെ എടുത്താൽ മതി. കറക്റ്റ് സ്ക്വയറിൻ്റെ ഷേപ്പാക്കി മടക്കി വെക്കുക. അതിലുള്ള എക്സസ് ആയി കിടക്കുന്ന ഇനിയോ അതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ ഒന്നും കൂടെ വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കൊരു വെയിറ്റും വെച്ച് കൊടുക്കണം. പ്ലേറ്റ് വെച്ചിട്ട് അതിൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഇടികല്ലാണ് എടുത്തുള്ളത്. അത് വെച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അത് ഞാൻ എടുത്ത് മാറ്റി കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഹോം മെയ്ഡ് പനീറാണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതാ കണ്ടില്ലേ, സ്ക്വയർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാ ഞാൻ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ചെറിയ സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ ചെറിയ പീസ് വെച്ചാൽ കൊടുക്കാനാണല്ലോ ഇഷ്ടം. ഒരു വേഗം അതാണ് കഴിക്കാം. അപ്പോൾ അതിലുള്ള ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. അല്ല കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാകുന്നുണ്ട്. ഞാൻ പിന്നെ മെയിനായിട്ട് പനീർ ബട്ടർ മസാല എന്ന് പറയുന്ന റെസിപ്പി ട്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പനീർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു 1-2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ.